അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ. ആരാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 6ാമത്തെ വയസ്സിൽ ഉമ്മ മരണപ്പെട്ടു. അതിനുശേഷം അവരുടെ സംരക്ഷണം ഏറ്റെടുത്തത് പിതാമഹൻ അബ്ദുൽ മുത്തലിബായിരുന്നു. അവർ മരണപ്പെട്ടതിന് ശേഷമാണ് മൂത്താപ്പ അബൂ താലിബ് എന്നവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണം ഏൽക്കുന്നത്. മൂത്താപ്പയും മൂത്തമ്മ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പാന്റെ ഭാര്യയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ഉമ്മ എന്ന് എപ്പോഴും വലിയ അഭിമാനത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള എൻ്റെ ഉമ്മയാണ് ഫാത്തിമ ബിന്ത് അസദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ട്. അവര് വഫാത്തായ സമയത്ത് ലമ്മാ മാത ഫാത്തിമ ബിന്തു അസദ് ബിൻ ഹാഷിം, ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ദഖല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. ഫജലസ ഇൻദ റഅസിഹാ, അവരുടെ തലഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹിമക്കില്ലാഹു യാ ഉമ്മീ കുന്തി ഉമ്മീ ബഅദ ഉമ്മീ. ഉമ്മ, നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, കരുണ ചെയ്യട്ടെ. എൻ്റെ ഉമ്മാക്ക് ശേഷം എനിക്കുണ്ടായ ഉമ്മയാണ് അങ്ങ്. എന്നെ പോറ്റി വളർത്തി താലോലിച്ച് അല്ലലും മലട്ടലുമില്ലാതെ എന്നെ സ്നേഹിച്ച് വളർത്തിയ ഉമ്മയാണ് നിങ്ങൾ. നിങ്ങൾ അരമുറുക്കി വയറ് ഒട്ടി വിശന്നുകൊണ്ടും നിങ്ങൾ എൻ്റെ വിശപ്പ് തീർക്കുകയും എൻ്റെ വയറ് നിറക്കുകയും ചെയ്തു. ഭക്ഷണം കഴിക്കാനുണ്ടാവുകയില്ല. ഉള്ള ഭക്ഷണം എനിക്ക് വേണ്ടി എടുത്തു വച്ച് നിങ്ങൾ പട്ടിണി കടന്നുകൊണ്ട് എന്നെ ഭക്ഷണം ഊട്ടിയിരുന്നല്ലോ. വതഈലീന, നിങ്ങൾക്ക് വസ്ത്രമില്ലെങ്കിലും വതക്സീനനീ, ഉമ്മ നിങ്ങൾ എനിക്ക് എന്നെ വിഷമം അറിയിക്കാതെ, ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയാണ്, എന്നെ ഒരു വിഷമവും അറിയിക്കാതെ എനിക്ക് നിങ്ങൾ വസ്ത്രം തന്നു, എന്നെ ഉടയാടകൾ അണിയിച്ചു. നിങ്ങൾക്ക് അണിയാൻ വേണ്ടതുപോലെ വസ്ത്രം ഇല്ലെങ്കിലും ആ വിഷമമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ വിഷമം കണക്കിലെടുത്തുകൊണ്ട് എനിക്കൊരു അല്ലലും മലട്ടലും ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങൾ വസ്ത്രം അണിയിച്ചു തന്നു. വതംനൈന നഫ്സകി ത്വയ്യിബാ വതുത്ഇമീനനീ, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടുമ്പോൾ നിങ്ങൾ അത് കഴിക്കാതെ എനിക്ക് വേണ്ടി എടുത്തു വച്ച് എന്നെ ഭക്ഷിപ്പിക്കാറുണ്ട്. ഇതൊക്കെ അങ്ങ് ചെയ്തത് തുരീദീന ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ, അല്ലാഹുവിന്റെ പൊരുത്തവും പരലോക ഗുണവും ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തതാണ്. ഒരനാഥ കുഞ്ഞാണ്. അനാഥ കുഞ്ഞിനെ അല്ലലില്ലാതെ അലട്ടില്ലാതെ വളർത്തിക്കഴിഞ്ഞാൽ സ്വർഗമുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഈ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ്, ഒരു പുണ്യം എന്ന നിലക്കാണ്, പരലോകമോക്ഷം ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. ആത്മാർത്ഥമായി ചെയ്തതാണ്. ഇസ്ലാമിലേക്ക് ഖദീജ ബീവിക്ക് ശേഷം ആദ്യമായി കടന്നു വന്ന മഹദിയാണ്. ഹിജ്റ പോയപ്പോൾ സഹാബത്തിന്റെ കൂടെ ഹിജ്റ പോയവരാണ്. ഹിജ്റയുടെ 4ാമത്തെ വർഷമാണ് മഹദി അവറുകൾ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായത്. മഹദി അവറുകളുടെ ഖബർ മദീനത്ത് ചെന്നാൽ ജന്നത്തുൽ ബഖയിൽ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറയട്ടെ, ഉമ്മാന്റെ തലഭാഗത്ത്, മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ തലഭാഗത്ത് ഇരുന്നു കൊണ്ട് അവിടുന്ന് ചെയ്ത സുഹൃതങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ അമറാൻ തൗസല, കുളിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു.
കുളിപ്പിക്കേണ്ട ബന്ധപ്പെട്ട ആളുകളോടും മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഫലമ്മാ ബലഗൽ മാ അല്ലദീ ഫീഹി കഫൂർ, കുളിപ്പിച്ച് കർപ്പൂരമൊക്കെ ഇട്ട് സുഗന്ധം ഇട്ട വെള്ളമുണ്ടല്ലോ, അതുകൊണ്ട് അവസാനം നാം മയ്യത്തിനൊന്ന് ഒഴുക്ക് വെള്ളം പാരും. ആ ലാസ്റ്റ് സമയം എത്തിയപ്പോൾ കാഫൂർ, കർപ്പൂരവും സുഗന്ധവും ഇട്ട വെള്ളം ഒഴുക്കേണ്ട സമയമെത്തിയപ്പോൾ സക്കബഹു റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിയദിഹി, സ്വന്തം കൈ കൊണ്ട് വെള്ളം പാർന്നു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്താണെന്നറിയുമോ? സുമ്മ ഖലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖമീസഹു, അവിടുത്തെ ഖമീസൂരി, ഫഅൽബസഹാ ഇയ്യാഹു, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹക്ക് അത് ധരിപ്പിച്ചു. അതാണ് ആദ്യം ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രമായിട്ട് ആദ്യം ധരിപ്പിച്ചത് അതാണ്. എന്നിട്ട് വകഫനഹ ബിബുറുദിൻ ഫൗഖഹു, എന്നിട്ടാണ് മറ്റുള്ള വസ്ത്രമൊക്കെ ധരിപ്പിച്ചത്. ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവുമായി ഒട്ടി നിന്നിരുന്ന നബി ധരിച്ചിരുന്ന ഖമീസാണ്. ഒക്കെ ബർക്കത്തുണ്ട്, മഹാന്മാരുടെ തിരുശേഷിപ്പുകൾക്കൊക്കെ ബർക്കത്തുണ്ട്. അവർ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ബർക്കത്തുണ്ട്. അതൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ് ഇന്നത്തെ യുഗത്തിലുള്ളത്. ഇതൊക്കെ റസൂലുള്ളാഹി നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്നതാണ്. തിരുശേഷിപ്പുകൾക്ക് ബർക്കത്തുണ്ട്. സുമ്മദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത ബിന സൈദിൻ വ അബാ അയ്യൂബ് അൽ-അൻസാരിയ വ ഉമർ ബിൻ അൽ-ഖത്താബി വ ഗുലാമൻ അസ്വദ. ഉസാമ ബിൻ സൈദിനെയും അബു അയ്യൂബ് അൽ-അൻസാരിയെയും ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹും, അതുപോലെ ഒരു അടിമക്കുട്ടിയെയും, കറുത്ത നിറമുള്ള ഒരു അടിമക്കുട്ടിയെയും വിളിച്ച് യാഫിറൂന, ഖബർ കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഫഹഫറു ഖബ്റഹ, അവർ എല്ലാവരും കൂടി ഖബർ കുഴിച്ചു. കണ്ടോ എത്ര വലിയ മഹാന്മാരാണ് മയ്യത്ത് സംസ്കരണത്തിനൊക്കെ പങ്കെടുക്കുന്നത്. ഖബർ കുഴിക്കുന്നത് ആരാണ്? ഉമർ ബിൻ ഖത്താബ് എന്നവര്, അബൂ അയ്യൂബ് അൽ-അൻസാരി, ഏറ്റവും വലിയ പ്രമുഖരായ അൻസാരികളിലും മുഹാജിറുകളിലും പെട്ട മഹാന്മാര്. നമ്മളൊക്കെ മാറി നിന്ന് കൂലിക്കാരെ ഏൽപ്പിച്ച് ഒഴിപ്പിക്കുന്ന സ്വഭാവമാണ്. 2 ഖിറാത്തുണ്ട് എന്നാണ്. മയ്യത്ത് മറമാടുന്നവരെ മയ്യത്തിനെ അനുഗമിച്ചാൽ ഉഹദ് മലയോളം വലുപ്പാണ് ഒരു ഖിറാത്തിനുള്ളത് എന്നാണ്. അപ്പൊ ഏതാവട്ടെ, മഹാന്മാർ ഖബർ കുഴിക്കുന്നു, അതിലും വലിയ വിഷയമുണ്ട്. ലഹദിലേക്ക് എത്തിയപ്പോൾ, നമ്മുടെ നാട്ടിലൊക്കെ കീഴ്ഖബറാണ്. അപ്പൊ നമ്മള് അറേബ്യൻ നാട്ടിലൊക്കെ ചെല്ലുമ്പോ വലിയ ഖബർ, മേൽഖബർ കുഴിച്ചതിന് ശേഷം പിന്നെ തുറക്കലാണ്. തുറന്നിട്ട് അതിലാണ് മയ്യത്തിന് വെക്കല്. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം എന്നുള്ളതാണ്. അത് എല്ലാ ഭാഗത്തും ഇടിഞ്ഞ് വീഴുന്ന ഈർപ്പമുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ തുറക്കൽ നടക്കൂല, ഇടിഞ്ഞു വീഴും. അതുകൊണ്ടാണ് നമ്മളവിടെയൊക്കെ സാധാരണയിൽ കീഴ്ഖബർ ഇങ്ങനെ കീറിക്കൊണ്ട് ഇങ്ങനെ ചാല് പോലെ കീറി മയ്യത്തിനെ ചരിച്ച് കിടക്കാവുന്ന വലുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത്. ലഹദിന്റെ തുറന്ന് മയ്യത്തിനെ വെക്കേണ്ട ആ സ്ഥാനം ഉണ്ടല്ലോ, ലഹദിലേക്ക് എത്തിയപ്പോൾ ഹഫറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വന്തം കൈ കൊണ്ട് ആ ഖബറിന്റെ ലഹദ് തുറന്നെടുത്തു. വഅഖറജ തുറാബഹു, മണ്ണൊക്കെ പുറത്തേക്കെടുത്തു. അങ്ങനെ ലഹദിന്റെ ആ കീഴ്ഖബർ എന്ന് പറയുന്ന ആ സ്ഥാനത്തുള്ള ലഹദ് ഫലമ്മാ ഫറഗ, അത് കഴിഞ്ഞപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതെന്നറിയുമോ? ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ലഹദിന്റെ അകത്തേക്ക് പ്രവേശിച്ചിട്ട് ഫൽതജാ ഫീഹി, അവിടെ നബിയാണ് കടന്നു. ശരീരമൊക്കെ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് അവിടുത്തെ പൂമേനി മണ്ണിൽ സ്പർശിക്കുന്ന രൂപത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുകൊണ്ട് ഫഖാല പറഞ്ഞു, അല്ലാഹുല്ലദീ യുഹ്യീ വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, അവനൊരു മരണവുമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നർത്ഥമുള്ള ദിക്ർ ചൊല്ലി. എന്നിട്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ ഫാത്തിമ ബിൻത് അസദ്, പടച്ചോനെ എൻ്റെ ഉമ്മാനെ ഇതാ ഖബറിലേക്ക്, ഈ മണ്ണിലേക്ക് വെക്കാൻ പോകുന്നു, എൻ്റെ ഉമ്മാക്ക് നീ പൊറത്തു കൊടുക്കണേ. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ്
കമീസ് ധരിപ്പിച്ചത് കഫൻ ചെയ്യുമ്പോൾ ആദ്യം നബിയുടെ കമീസാണ് ധരിപ്പിച്ചത്, പിന്നീടാണ് മറ്റുള്ള വസ്ത്രങ്ങളൊക്കെ കൊണ്ട് പൊതിഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽബസ്തുഹാ കമീസി, എന്റെ കമീസ് ഞാൻ എന്റെ ഉമ്മാനെ ധരിപ്പിച്ചത് ലിതുൽബസ മിൻ സിയാബിൽ ജന്ന, സ്വർഗീയ വസ്ത്രം എന്റെ ഉമ്മാക്ക് ധരിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ കടന്നുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തല്ലോ. അവിടുത്തെ മേനി ഖബറിന്റെ മണ്ണിൽ സ്പർശിക്കുന്ന രൂപത്തിൽ കടന്നത് എന്തിനു വേണ്ടിയാണ്? ഇൽതജഅതു, ഞാൻ ഖബറിൽ കടന്നത്, ഫീ ഖബരിഹാ, ഖബറിൽ ഞാൻ കടന്നത്, ലിയുഹവ്വന അലൈഹാ മിൻ ലഖത്തിൽ ഖബരി, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ഖബർ പിടിച്ച് ഞെക്കിക്കളയും, അതിൽ നിന്ന് എൻ്റെ ഉമ്മാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. എൻ്റെ പൂമേനി സ്പർശിച്ച മണ്ണ് ഒരിക്കലും എൻ്റെ ഉമ്മാനെ ഞെരുക്കിക്കളയുകയില്ല, എൻ്റെ ഉമ്മാന്റെ ശരീരത്തിൽ നരകം സ്പർശിക്കുകയില്ല, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, എന്താണ് ഖബർ? ആരും ആ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇത്ര വലിയ മഹാന്മാര് വരെ ആ അനുഭവം, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഖബറിൽ ഞെക്കിക്കളഞ്ഞു, ഇടുക്കിക്കളഞ്ഞു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബിയുടെ പ്രിയപ്പെട്ട പോറ്റുമാതാവ് ഫാത്തിമ ബിന്ത് അസദിനു വേണ്ടി ഇത്രത്തോളം ത്യാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു. സ്വന്തം കൈ കൊണ്ട് ലഹദ് കുഴിച്ചു. മാത്രമല്ല, കഫൻ ചെയ്യുമ്പോൾ കമീസ് ധരിപ്പിച്ചു. ഖബറിൽ റസൂലുള്ളാഹിയുടെ ഭൂമിയേനി തട്ടുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കടന്നുകൊണ്ട് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മീ, എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്ക റബ്ബേ എന്ന് ദുആ ചെയ്തു. അതെന്തുകൊണ്ടാണ്? ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് നാം 5 വക്തിലും അത്തഹിയാത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബർ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മയ്യത്തിനെ ഖബറിൽ വെച്ചാൽ ആദ്യത്തെ 7 ദിവസം അല്ല 40 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന, പരീക്ഷണം അനുഭവിക്കുന്ന, മലക്കുകളുടെ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്ന ഘട്ടങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ആ സമയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലൂദൊക്കെ ഓതിയിട്ട്, റസൂലുള്ളാന്റെ മൗലൂദ് ഓതുക എന്ന് പറഞ്ഞാൽ വലിയ വറക്കത്തുള്ളതാണ്, വലിയ വിവാദത്താണ് അത്. അവിടുത്തെ മദ്ഹ് പറയാന്നുള്ളത്, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലി, തഹ്ലീൽ ചൊല്ലി, 7 എന്നൊക്കെ നമ്മൾ പതിവായിട്ട് തഹ്ലീലൊക്കെ ചെല്ലുന്നത് എന്താണ്? ദിക്ർ ചൊല്ലിയാൽ അതിന് ഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ ഖബറടക്കിയ സമയത്ത് നമ്മൾ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നു, സദക്ക ചെയ്തു കഴിഞ്ഞാൽ അത് മയ്യത്തിന് ഗുണം ചെയ്യുന്നതാണ്. ഭക്ഷണം കൊടുക്കുക, പാവങ്ങൾക്ക് അവരുടെ പേരിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുക, കിണർ കുഴിച്ചു കൊടുക്കുക. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ല, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നീ ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഉറ്റവർക്കും വാപ്പാർക്കും ഉമ്മാർക്കൊക്കെ വേണ്ടിയിട്ട് മക്കളാവുന്ന നമ്മൾ ചെയ്യണം. അത് അവർക്ക് ലഭിക്കുകയും അതിന്റെ ഗുണം അവർക്ക് ലഭിക്കുകയും കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ അവരുടെ ഖബറിൽ പോയി ദുആ ചെയ്യുകയും വേണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പ്രത്യേകിച്ച് മരിച്ച് ഖബറിൽ വെച്ച ആദ്യ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം അവർക്ക് വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങളും മറ്റുള്ള നല്ല നല്ല കാര്യങ്ങളുമൊക്കെ ചെയ്ത് അവരുടെ മോക്ഷത്തിന് വേണ്ടി നാം പ്രവർത്തിക്കണം. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ മക്കൾക്ക് നമ്മൾ മാതൃകയാകുമ്പോഴാണ് നമ്മളെ മക്കളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാതെ അവിടെ കവറടക്കി പോന്ന് പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത, അവരെ സ്മരിക്കാത്ത, അവരുടെ സ്വത്ത് മാത്രം കണ്ടുകൊണ്ട് അത് വീതിക്കാനുള്ള തത്രപ്പാടിൽ കഴിയുക എന്നത് ഒരിക്കലും നാം ചെയ്യാൻ പാടില്ല. നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതകാലത്ത് നമ്മൾ നല്ല നിലയിൽ അവരെ സംരക്ഷിക്കുകയും അവർക്ക് കാരുണ്യം ചെയ്യുകയും വേണം. മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അവരോടുള്ള കടമകളും കടപ്പാടുകളും നാം നിറവേറ്റണം. നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നാം സൽക്കർമ്മങ്ങൾ ചെയ്യണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ സ്നേഹജനങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ
വിശിഷ്യ നമ്മുടെ മാതാപിതാക്കൾ, ഇവർക്കൊക്കെ വേണ്ടി നാം ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയും അവരുടെയും ഒക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.